ശബരിമലയ്ക്ക് വേണ്ടി 1000 ബസ്സുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ശബരിമല മകരവിളക്കിന് ഓടാൻ വേണ്ടി 800 ബസ്സെങ്കിലും വേണമെന്നാണ് ദേവസ്വം ബോർഡും ഒക്കെ ആവശ്യപ്പെട്ടത്. പക്ഷേ നമ്മൾ 1000 ബസ്സാണ് റെഡിയാക്കി നിർത്തിയിരിക്കുന്നത്. 1000 ബസ് അന്നത്തെ ദിവസത്തേക്ക് ഓടാനുണ്ടാവും. പിന്നെ ഡ്രൈവിംഗ് സ്കൂളിൽ സ്മാർട്ട് ബസ് സ്റ്റോപ്പ് വന്നു. പിന്നെ AI ഓപ്പറേറ്റഡ് ഷെഡ്യൂളുകൾ വന്നു. പിന്നെ ഡ്രൈവിംഗ് സ്കൂളുകളിലെ വിജയ ശതമാനം 86% കേട്ടോ. ഇതുവരെ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിച്ച കുട്ടികളുടെ എണ്ണം 6279 പേരാണ് പഠിച്ചത്. അതിൽ 83% ആൾക്കാർക്കും വിജയ ശതമാനം ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. 86% അല്ലേ? 86% ഡ്രൈവിംഗ് സ്കൂളിലെ വിജയ ശതമാനം. ഡിസംബർ വരെ 2,19,00,000 രൂപ പ്രവർത്തന ലാഭം നേടിയിട്ടുണ്ട്. ഡ്രൈവിംഗ് സ്കൂൾ 2,19,00,000 രൂപ നഷ്ടമാണ്. ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറയുന്നത് വെറുതെയാണ്, ലാഭമാണ്. ഇനി 10 എണ്ണം കൂടി വരുന്നുണ്ട്. 31 ഡ്രൈവിംഗ് സ്കൂളുകളാണ് അല്ലേ? ഇനി 10 എണ്ണം എവിടെയൊക്കെ വരുന്നത്? വടക്കഞ്ചേരിയുണ്ട്, ഗുരുവായൂരുണ്ട്, വടക്കഞ്ചേരിയുണ്ട്, എല്ലാ സ്ഥലങ്ങളിലും. പിന്നെ തിരുവല്ല, കാഞ്ഞിരപ്പള്ളി അല്ലേ? കാഞ്ഞിരപ്പള്ളിയുണ്ട്. എല്ലാ സ്ഥലത്തുമായി 10 എണ്ണം കൂടി. മണ്ണാർക്കാടുണ്ട്, ഇരിഞ്ഞാലക്കുടയുണ്ട്. അങ്ങനെ എല്ലാം കൂടി 10 ബസ് ഡ്രൈവിംഗ് സ്കൂളുകൾ വരെയാണ്. ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇതിലെല്ലാം പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജീവനക്കാരുടെയും ശമ്പളവും അവരെ പെൻഷനും കൃത്യമായി കൊടുക്കുന്നുള്ളതാണ്. പെൻഷനേഴ്സിന് സമാധാനമായിട്ടിരിക്കാം. അടുത്ത 12 മാസത്തേക്കുള്ള പെൻഷനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഒരു ആശങ്കയും വേണ്ട. അടുത്ത 12 മാസത്തേക്ക് ജീവനക്കാരെ പെൻഷൻ മുടങ്ങില്ല. അതുപോലെ ശമ്പളവും മുടങ്ങില്ല. ശമ്പളം 2025 മാർച്ച് മുതൽ എല്ലാ മാസവും 1-ാം തീയതി അല്ലെങ്കിൽ തൊട്ട് മുമ്പ് ദിവസം 31-ാം തീയതി നമ്മൾ ശമ്പളം കൊടുത്തിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷമാണ് ഈ 31-ാം തീയതി ശമ്പളം കൊടുക്കുന്നത്. ആദ്യമായിട്ട് KSRTC 31-ാം തീയതി ശമ്പളം കൊടുക്കുന്നത് എൻ്റെ പിതാവ് ശ്രീ R. ബാലകൃഷ്ണപിള്ള മന്ത്രിയായിരിക്കുമ്പോഴാണ് KSRTC ജീവനക്കാർക്ക് 31-ാം തീയതി ശമ്പളം കൊടുക്കുന്നത്. അതിനുശേഷം ഇപ്പോഴാണ് 31-ാം തീയതി ശമ്പളം. ഈ 31-ാം തീയതി ശമ്പളം കൊടുത്തു. 31-ാം തീയതി അല്ലെങ്കിൽ 1-ാം തീയതി അവധിയാണെങ്കിൽ ഞായറാഴ്ച ആണെങ്കിൽ പോലും കൊടുത്തിട്ടുണ്ട് പല ദിവസങ്ങളിൽ. അത് ഒരു വലിയ സന്തോഷം ജീവനക്കാരിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരുടെ നല്ല ഉന്മേഷം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മദ്യപിച്ചുള്ള വണ്ടി ഓടിപ്പൊക്കെ നിർത്തിയത് കൊണ്ട് വലിയ ലാഭമാണ്. മേജർ ആക്സിഡൻറ്റ് പണ്ടുണ്ടായിരുന്നതിനേക്കാൾ കഴിഞ്ഞ വർഷങ്ങളേക്കാൾ 3-1 കുറഞ്ഞുള്ളൂ. 3-1. പിന്നെ മൈനർ ആക്സിഡൻറ്റ് കൂടിയിട്ടുണ്ട്. അത് വണ്ടി എടുക്കുമ്പോൾ ഒരയ്യ, തട്ടുക, മുട്ടുക, അവിടെ ഇട്ടുള്ള പരിപാടികളാണ്. അല്ലാതെ മേജർ ആക്സിഡൻസ് മരണസംഖ്യയും കുറഞ്ഞിട്ടുണ്ട്. മേജർ ആക്സിഡൻസ് കറക്റ്റായി പറഞ്ഞാൽ 3-1. നേരത്തെ ഉണ്ടായതിനേക്കാൾ 3-1 കുറഞ്ഞു. ഭീകരമായ അപകടങ്ങൾ, പല അപകടങ്ങളും. വണ്ടി ഇപ്പോൾ 2 പേര് മരിച്ചു നിലമേൽ വെച്ച്. വണ്ടിയിലേക്ക് വന്ന് ഇടിച്ച് കയറുകയായിരുന്നു. വണ്ടി കിടക്കുന്നുണ്ടാ നമ്മളുകൊണ്ട് ഇടിച്ചെന്നായിരിക്കും, പക്ഷേ ക്യാമറയിൽ വളരെ കൃത്യമായി കാണാം വണ്ടിയിലേക്ക് ഇടിച്ച് കയറുകയായിരുന്നു. ഉറങ്ങിപ്പോയിട്ടെന്തോ വന്നതാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ആക്സിഡൻറ്റ് കുറഞ്ഞിട്ടുണ്ട്. മേജർ ആക്സിഡൻറ്റ് കുറയാമെന്ന് പറയുമ്പോൾ മരണങ്ങൾ കുറയും, അതിൻ്റെ ചിലവ് കുറയും. പിന്നെ മാത്രമല്ല MACT ഏതാണ്ട് 10, 15, 20 വർഷമായി കെട്ടിക്കിടന്ന MACT കേസുകളിൽ 283 കേസുകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അദാലത്തിലൂടെ, ജില്ലാ ജഡ്ജിയുടെ അധ്യക്ഷതയിൽ അദാലത്തിലൂടെ അദ്ദേഹം നേരിട്ട് തന്നെ ജില്ലാ ജഡ്ജിമാരെ ഇടപെട്ടു. അദാലത്തിലൂടെ 283 കേസുകൾ തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 20 കോടിയിലധികം രൂപ, 20-25 കോടി വരുന്ന കേസ് നമുക്കൊരു തീർക്കാൻ കഴിഞ്ഞിട്ട് KSRTCക്ക് അപ്പോഴും തന്നെ 30 ദിവസങ്ങളിൽ വരെ പൈസ കൊടുത്തു കേട്ടോ. ഈ അദാലത്തിൽ പങ്കെടുത്ത് വിധിച്ച തുക, KSRTCക്കെതിരെ വിധിച്ച തുക മാത്രം മതി, പലിശയും കൂട്ടുപലിശയും വേണ്ടാന്ന് എഴുതി തന്ന എല്ലാവരുടെയും പണം. അങ്ങനെ 283 കേസുകൾ കോടതിയുടെ അധ്യക്ഷതയിലാണ് തീർന്നത്. ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശപ്രകാരം 30 ദിവസത്തിനുള്ളിൽ അവരുടെ മുഴുവൻ പണം കൊടുത്തിട്ടുണ്ട്. അത് ഒരു ചരിത്ര നേട്ടമാണ്. അതിലൂടെ KSRTC 10 കോടി രൂപ ലാഭിച്ചിട്ടുണ്ട്. ഈ പലിശയും പലിശയുടെ പലിശയും ഒഴിഞ്ഞതിൽ മാത്രം 10 കോടി രൂപ. മാത്രമല്ല അവർക്ക് ആശ്വാസമായി. ഹൈക്കോടതി പോകാനും കൂടുതൽ കേസ് നടത്താനൊന്നും സാമ്പത്തികമുള്ളവരല്ല, പാവങ്ങളാണ്. 5 ലക്ഷമോ 10 ലക്ഷമോ വിളിച്ചത് കിട്ടിയാൽ അവർ സന്തോഷമുണ്ട്. വർഷങ്ങളായി ഇതിൻ്റെ പുറകെ നടക്കുകയാണ്. 283 കേസുകൾ തീർത്തു. 2ാമത്തെ അദാലത്ത് ഉടൻ ആരംഭിക്കും. അതുപോലെ ജീവനക്കാർക്ക് ആശ്വാസം ഉണ്ടാക്കി. ജീവനക്കാർക്കെതിരെ 3500 കേസുണ്ടായിരുന്നു അല്ലേ? 3600 കേസുണ്ടായിരുന്നു. 3600 കേസുണ്ടായിരുന്നു. അതിപ്പം 1000 താഴെയുള്ളൂ. ബാക്കിയെല്ലാം തീർത്തു കേട്ടോ. ജീവനക്കാർക്കെതിരെ ഉണ്ടായിരുന്ന 3600 കേസുകളിൽ ഇനി 900ഓളം കേസുകളെ, 800-900 കേസുകളെ ബാക്കിയുള്ളൂ. ബാക്കി മൊത്തം അദാലത്ത് വെച്ചിട്ട് വിജിലൻസിൻ്റെ ചുമതലയുള്ള ശ്രീ ഷാജി അത് മുഴുവൻ അവസാനിപ്പിച്ചു. എല്ലാവരെയും ഹിയർ ചെയ്തു. അവരെ ചെറിയ ചെറിയ പെനാൽറ്റികളൊക്കെ അടയ്ക്കേണ്ടവരെ അടപ്പിച്ചു. അങ്ങനെ കേസ് തീർത്തിട്ടുണ്ട്. അപ്പോൾ അവർക്കും ആശ്വാസമായി. ജീവനക്കാരിൽ ഇനി 800 കേസുകളെ ബാക്കിയുള്ളൂ.
എല്ലാ മേജർ കേസുകളടക്കം 3600 കേസിൽ നിന്ന് അത്രയധികം കേസുകളെ നമുക്ക് തീർക്കാൻ കഴിയും. അങ്ങനെ ഒരു പ്രവർത്തന രംഗത്ത് KSRTC CMDയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ ഒറ്റക്കെട്ടായി, ജീവനക്കാർ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഈ പ്രതിഷേധിക്കാനും വഴക്കുണ്ടാക്കാനൊക്കെ ഒരുപാട് സാഹചര്യങ്ങൾ, പല ഐഡിയകളും പറയുമ്പോൾ വേണമെങ്കിൽ പ്രതിഷേധിക്കാം, വഴക്കുണ്ടാക്കാം. പക്ഷേ അതൊന്നും ചെയ്യാതെ ജീവനക്കാരുടെ സംഘടനകൾ ഇതിനോട് സഹകരിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അവരോട് ഞാൻ നന്ദി പറയുകയാണ്. കാരണം കുറ്റം പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ അവർക്ക് പറ്റും, പക്ഷേ അവരത് പറയാതെ എന്തെങ്കിലും നന്നാവട്ടെ എന്ന് വിചാരിച്ച് അവർ നമ്മളോട് സഹകരിച്ചു. അതിന് അവരോട് ഞാൻ നന്ദി പറയണം. എല്ലാ ട്രേഡ് യൂണിയൻ നേതാക്കളോടും ഞാൻ നന്ദി പറയണം. രാഷ്ട്രീയത്തിന് അതീതമായി എന്നോട് സഹകരിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പല പരിഷ്കാരങ്ങളും കൊണ്ട് വേണമെങ്കിൽ അവർക്ക് എതിർക്കാം, ബഹളം ഉണ്ടാക്കാം, സമരം ചെയ്യാം. പക്ഷേ അതൊക്കെ ചെയ്യാവുന്നുണ്ടെങ്കിൽ, രാഷ്ട്രീയമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതൊന്ന് നന്നാവട്ടെ എന്ന നിലയിൽ അവരെല്ലാവരും സഹകരിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അവരോടും നന്ദി പറയുന്നു. KSRTC ജീവനക്കാരോടും അവരുടെ ട്രേഡ് യൂണിയൻ നേതാക്കളോടും അതുപോലെ മാധ്യമങ്ങളോടും സോഷ്യൽ മീഡിയ അടക്കമുള്ള മാധ്യമങ്ങളോടും നമ്മുടെ എല്ലാ KSRTC നല്ല വാർത്തകൾ കൊടുക്കുന്നവരാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ. നിങ്ങളുടെയൊക്കെ പിന്തുണയുണ്ട്, അതിലുപരി ജനങ്ങളുടെ പിന്തുണയുണ്ട്.